ദിവസവും ഓരോ ആപ്പിൾ വീതം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ടാകും. ഡെയിലി ഒരു ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഡോക്ടറെ കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഡെയിലി ആപ്പിൾ കഴിക്കുന്നത് നല്ല തന്നെയാണ്. ആപ്പിളിനകത്ത് വിറ്റാമിൻ സി ഉണ്ട്, അതുകൂടാതെ തന്നെ നിറയെ ഫൈബർ ഉണ്ട്. ഇത് നമ്മളെ ഗട്ട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, നമ്മളെ വയറിനെ സംരക്ഷിക്കും. പിന്നെ എന്ന് പറയുന്നത് ദിവസവും 5 ബദാം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ എന്ന ഒന്ന് തന്നെ വരാതിരിക്കാനുള്ള സാധ്യതയും. ഡെയിലി 5 ബദാം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ നേരിട്ടൊരു പഠനമൊന്നുമില്ല ക്യാൻസർ കുറക്കും 5 ബദാം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ബദാം ഒരു ബെസ്റ്റ് ഫുഡ് തന്നെയാണ്. ബദാമിൻ്റെ അകത്ത് വിറ്റാമിൻ ഇ ഉണ്ട്, ആൻറ്റി ഓക്സിഡന്റ് ഉണ്ട്, ഗുഡ് ഫാറ്റും ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടന്റ് ചില സമയത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് നമുക്ക് ഇത്തരം ക്യാൻസർ പോലത്തെ കണ്ടീഷനിൽ വരാതിരിക്കാൻ സംരക്ഷിക്കാം. 5 ബദാം കൊണ്ട് ക്യാൻസർ മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് ശരിയല്ല. 5 ബദാം കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ക്യാൻസർ മാറുമെന്ന് പറയാൻ പറ്റില്ല. ഓരോ ഓറഞ്ച് വീതം കഴിക്കുകയാണെങ്കിൽ ഫാറ്റ് കൂടുക എന്നുള്ള പ്രശ്നം തന്നെ ഉണ്ടാവില്ല. ഒരു ഓറഞ്ച് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ഉണ്ടാവില്ല. ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് അല്ല ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഫാറ്റ് ബേൺ ചെയ്യാനുള്ള കഴിവൊന്നും ഓറഞ്ചിനില്ല. ഓറഞ്ചിനകത്ത് വിറ്റാമിൻ സി നിറയുണ്ട്, ഫൈബറുകൾ നിറയുണ്ട്. ഈ ഫൈബർ നിറയുള്ളത് കൊണ്ട് തന്നെ ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കലോറിയും വളരെ കുറവാണ്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഫാറ്റ് ബേണിംഗ് കപ്പാസിറ്റി ഒന്നും ഓറഞ്ചിന് ഇല്ല. ദിവസവും 5 ഡേറ്റ്സ് വീതം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം വളരെ പവർഫുൾ ആയും എനർജറ്റിക് ആയും 5 ഡേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കും, നല്ല പവർഫുൾ ആയിട്ടിരിക്കും. ശരി തന്നെയാണ്. ഇതിനകത്ത് നിറയെ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉണ്ട്, അതുകൂടാതെ തന്നെ ഫൈബർ ഉണ്ട്, പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അയണും നല്ല രീതിയിലുണ്ട്. ആയിട്ടുള്ള എനർജി തരും, സസ്റ്റൈനബിൾ എനർജി തരും. അതുകൊണ്ട് 5 ഡേറ്റ്സിൽ നിർത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 5 കൂടുതൽ ഡേറ്റ്സ് കഴിക്കുന്ന ചില സമയത്ത് നിങ്ങളെ ഷുഗർ കൂട്ടാൻ കാരണമാകും. അതുകൊണ്ട് അമിതമായിട്ട് കഴിക്കാൻ പാടില്ല. 5 കഴിച്ചു നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. റെഡ് വൈൻ കുറച്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹേർട്ടിനും ബ്രെയിനിനും നല്ലതാണ്. റെഡ് വൈൻ്റെ അകത്ത് റിസർവെറ്റോളും പോളിഫിനോളും ഉള്ളത് കൊണ്ട് തന്നെ അത് ഹാർട്ടിന് നല്ലത് തന്നെയാണ്. പക്ഷേ ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് ശരിയൊന്നുമല്ല. ഡെയിലി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആസിഡിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ലിവർ ഫംഗ്ഷനെ ബാധിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെയിലി കൺസപ്ഷൻ നല്ലതല്ല. ഒക്കേഷണലി നമ്മൾ കുടിക്കുന്നത് കുഴപ്പമൊന്നുമല്ല. ജലദോഷം, ചുമ, ബ്ലഡ് പ്രഷർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും. തുളസിൻ്റെ അകത്ത് യൂജിനോൾ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്, അതിന് ഉർസുലിക് എന്ന് പറയുന്ന ആസിഡും ഉണ്ട്. ഇത് നമ്മളെ ഇമ്മ്യൂണിറ്റി, റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യിക്കും. ചെറുതായിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തുളസി നമുക്ക് ഡെയിലി ഉപയോഗിക്കാവുന്ന തന്നെയാണ്. മാസത്തിൽ എല്ലാ ആഴ്ചയിലും ഇത് തന്നെ ഉപയോഗിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കാം. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ആഹാരങ്ങൾ ഉൾപ്പെടുത്താം. ഒരാഴ്ചയിൽ ഈ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്താം, അടുത്ത ആഴ്ചയിൽ മാറ്റങ്ങൾ വരുത്തി വേറെ ആഹാരങ്ങൾ ഉൾപ്പെടുത്താം. അങ്ങനെ ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തണം. ഒന്നെന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഒന്നെന്നെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് അത്ര ഗുണകരമായെന്ന് വരില്ല. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണം. അതും ബാലൻസ് ആയ രീതിയിൽ ട്രൈ ചെയ്യണം. വ്യത്യസ്തവും ബാലൻസിംഗ് ആയിട്ടുള്ള ആഹാരങ്ങൾ ഒരു ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഹെൽത്തി ഫുഡ് എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഫുഡിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതുപോലുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റിൻ്റെ റിയാലിറ്റിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക.